അങ്ങനെ കോൺഗ്രസിലേക്കും ബി ജെ പിയിലേക്കും പോകാൻ വേണ്ടി സ്ഥിരമായി കുപ്പായമാറി നിൽക്കുന്ന ആളാണ് മോഹൻദനെങ്കിൽ ആ മോഹൻദനെ പറ്റി വേദനിച്ച എൻ്റെ വേദന അസ്ഥാനത്തായി പോയതിന് എന്നോട് തന്നെ ഞാൻ പറഞ്ഞു. ജി സുധാകരനെ പോലെ സഖാവ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അതിനകത്ത് ഒരു എലിമെൻ്റ് അധികാരമോഹൻ തന്നെയാണ്. മനോരമ ഓൺലൈനൊപ്പം ചേരുന്നത് CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വമാണ്. നമസ്കാരം. സഖാവെ, 3 മാസം മുമ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നത്. വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയെന്ന് അന്ന് ഇതിനെക്കുറിച്ച് വിലയിരുത്തിയപ്പോൾ സഖാവ് പറയുകയുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഏത് തരത്തിലാണ് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഉള്ള ആ ഒരു സഖാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മുന്നറിയിപ്പ്, സ്നേഹപൂർണ്ണമായ മുന്നറിയിപ്പ് ഉൾക്കൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? എന്തുകൊണ്ട് ഒരു തുടർഭരണം വേണം എന്നാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ? ഒന്ന്, ആ അന്തരീക്ഷം ആകെ മാറി, അത് മുഴുവൻ മാറി. 3 മാസം മുമ്പ് കണ്ട കേരളമല്ല ഇപ്പോഴത്തെ കേരളം. ഞങ്ങൾ ആ മുന്നറിയിപ്പിനെ, സ്നേഹം നിറഞ്ഞ മുന്നറിയിപ്പിനെ ഉൾക്കൊണ്ട് ഞങ്ങളതിൻ്റെ പാഠങ്ങൾ പഠിച്ചു. ഞങ്ങൾ തിരുത്തേണ്ടതൊക്കെ തിരുത്തി. അതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഫലമായിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം മുഴുവൻ മാറിയിരിക്കുന്നു. ഞങ്ങൾ പോകുന്നത് നിറഞ്ഞ പ്രതീക്ഷയോട് കൂടിയാണ്. ഉറപ്പാണ് ഞങ്ങൾക്ക് 3-ാം ഊഴം വരും. ആ ചോദ്യം ശരിയാണ്. LDFൻ്റെ മുഖ്യമായ ചോദ്യമാണത്. മറ്റാരുണ്ട് LDF അല്ലാതെ? ഓരോ നിമിഷവും തമ്മിലടിക്കുന്ന, ഒന്നിനും യോജിപ്പില്ലാത്ത, ഏത് കാര്യം പറഞ്ഞാലും യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന, ഒരു സ്നേഹത്തല്ലോ എന്നൊക്കെ വിളിക്കാവുന്ന എന്തോ ഒന്നിൻ്റെ തടവിൽ കഴിയുന്ന ആ കൂട്ടരോ BJPയുടെ ആ കൂട്ടുകാരോ അവരൊന്നുമല്ല പരിഹാരം. ഏക മാർഗം കേരളത്തിൽ LDF മാത്രമാണ്. അതുകൊണ്ട് 3-ാം ഊഴം വരും. LDFൻ്റെ 10 വർഷത്തെ ഭരണം വികസനവും കരുതലും ഒരുപോലെ നടന്ന വർഷങ്ങളായിരുന്നു. വികസനമുണ്ടായി. ആ വികസനം ഇതുവരെ കേരളം കാണാത്തതുപോലെ എല്ലാ രംഗത്തുമുള്ള സമഗ്ര വികസനമായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ സർക്കാർ സാധാരണക്കാരെ, പാവങ്ങളെ, വിശക്കുന്നവരെ ചേർത്ത് പിടിച്ചു. അവരോട് പൂർണ്ണമായ കരുതൽ കാണിച്ചു. അങ്ങനെ നോക്കുമ്പോൾ വികസനത്തിനെയും കരുതലിനെയും ഒരുപോലെ സമന്വയിപ്പിച്ച് കൊണ്ടുപോയിട്ടുള്ള ഈ LDF നയമാണ്, LDF ഗവൺമെൻറ്റാണ്, LDF ആണ് കേരളത്തിൻ്റെ ഭാവിയെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് സംശയം ഏതുമില്ല, 3-ാം ഊഴം വന്നിരിക്കും. സഖാവ് എന്ന് പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, സർക്കാരിൻ്റെ നേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഒരു കരുതലുണ്ടായില്ല. പിന്നീട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം, ന്യൂനപക്ഷങ്ങൾക്ക് LDFിലുണ്ടായിരുന്ന വിശ്വാസത്തിൽ ചെറിയൊരു സംശയം ഉണ്ടായോ എന്ന് സഖാവ് എന്നൊരു ഇത് പ്രകടിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സഖാവ് ജാഥകളിലേക്കൊക്കെ പോവുകയും ഒക്കെ ചെയ്തു. ഏത് തരത്തിലാണ് അത്തരത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ഒരു കരുതലിന് എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം ഇടതുമുന്നണിക്ക് ഉണ്ടായതായിട്ട്, പരമ്പരാഗത വോട്ട് ബാങ്ക് പോകുന്നു, അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം ആ വിഷയത്തിൽ ഇടതുമുന്നണിക്കുണ്ടായതായിട്ട് സഖാവിന് തോന്നുന്നുണ്ടോ? അല്ല, ജാഥകൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ CPIയും CPMും ഒരു വലിയൊരു ബൃഹത്തായ പരിപാടി നടത്തിയിരുന്നു. ഭവന സന്ദർശന പരിപാടി. ഞങ്ങൾ ആയിരക്കണക്കായ വീടുകളിൽ നേരിട്ട് പോയി. ഞങ്ങളെല്ലാവരും പോയവരാണ്. എല്ലാ വീട്ടിലും പോയെന്ന് ഞാൻ പറയില്ല, പക്ഷേ എല്ലാ ജില്ലകളിലും ഞങ്ങൾ തന്നെ നേരിട്ട് പോകാവുന്ന മാക്സിമം വീട്ടിൽ പോയി. സഖാക്കളെല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും പോയി. അതിൻ്റെ എല്ലാം ഫീഡ്ബാക്ക് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനനുഭവം കൂടി ഞാൻ പറയാം. ഇലക്ഷൻ്റെ ഫലം വന്ന അന്ന് വൈകുന്നേരം ഞാൻ ഇലക്ഷൻ ഫലം കണ്ടുകൊണ്ടിരിക്കെ തന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടു. ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഫലമാണ്. എന്തുകൊണ്ട് ഈ ഫലം ഇങ്ങനെയായി എന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് ആർക്കും പ്രതികരിക്കാം എന്നൊരു വാചകം എഴുതി അതിനകത്ത്. ഞാനിപ്പോൾ സജീവമല്ല ഫേസ്ബുക്കിൽ, പണ്ടായിരുന്നു, ഇപ്പം അല്ല. ഞാൻ ഓർത്തില്ല അത് ഒരുപാട് പേര് കാണുമെന്ന്. പക്ഷെ ഒരുപാട് പേര് റിയാക്ട് ചെയ്തു. ഒരുപാട് പേർ റെസ്പോൺസ് വളരെ വലുതായിരുന്നു. 10,000-3000 ആളുകൾ എഴുതി ഇങ്ങോട്ട്. അനവധി ആയിരങ്ങൾ ഫേസ്ബുക്കിൽ റെസ്പോണ്ട് ചെയ്തു. അതെല്ലാം പോസിറ്റീവെന്ന് ഞാൻ പറയുന്നില്ല. ചില വിമർശനങ്ങളും ഉണ്ടായിരുന്നു. വിമർശിക്കുമ്പോഴും ഒരു പ്രതീക്ഷ ബാക്കി വെച്ചു അവരെല്ലാവരും LDFനെ പറ്റി. ഇതെല്ലാം ആ ഫേസ്ബുക്കിൽ കിട്ടിയ പ്രതികരണങ്ങളും അടക്കം, അതുപോലെ ഞങ്ങൾ നടത്തിയിട്ടുള്ള നേരിട്ടുള്ള സന്ദർശനങ്ങൾ
വീടുകളിൽ പോയി ആൾക്കാരെ കണ്ടപ്പോൾ അനുഭവങ്ങൾ, പിന്നെ ഈ ജാഥ, ഇതെല്ലാം ചെറിയ കാര്യമല്ലായിരുന്നു. ഇതെല്ലാം കൂടെ വരുമ്പോൾ പറയാൻ പറ്റും LDFൻ്റെ മെസ്സേജ്, ആ മെസ്സേജിനെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ കേരളമില്ല. നിങ്ങൾ 3 മാസം മുമ്പ് കണ്ട കേരളം ഇന്നില്ല. കേരളം മാറിയിട്ടുണ്ട്. ന്യൂനപക്ഷ മനസ്സുകളിൽ ഞങ്ങളെപ്പറ്റി എന്നൊരു വിശ്വാസമുണ്ട്. സ്വാഭാവികമാണത്. ലോകത്തെവിടെയും ചരിത്രം മുഴുവനും വായിച്ചാൽ കാണാൻ പറ്റും. ആക്രമിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് എപ്പോഴും ഒരു ഭീതി കാണും. അവരുടെ ആരാധനാവകാശങ്ങൾ, മതസ്വാതന്ത്ര്യം, സാംസ്കാരിക സവിശേഷതകൾ, അവരുടെ വേഷം, ഭാഷ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അവർക്ക് ആശങ്കയുണ്ട്. അത് സേഫാണോ? അങ്ങനൊരു ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്ന അവസ്ഥ വന്നാൽ, രക്ഷിതാവസ്ഥ വന്നാൽ ന്യൂനപക്ഷങ്ങൾ എപ്പോഴും ചുറ്റും നോക്കും. ആരുണ്ട് ആശയം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ത്യയിൽ ആ അവസ്ഥയുണ്ട്. ഇപ്പം ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ കടുത്ത ഭീതിയുണ്ട്. കാരണം അവരെ ആഭ്യന്തര ശത്രു എന്ന് വിളിക്കുന്ന കൂട്ടരാണ് രാജ്യം ഭരിക്കുന്നത്. ഒന്നാം ശത്രുവായിട്ട് മുസ്ലിമുകൾ, രണ്ടാം ശത്രുവായിട്ട് ക്രിസ്ത്യാനികൾ, ഞങ്ങൾ പോലും മൂന്നാമതേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റുകാർ പോലും എന്ന് പറയുന്നൊരു ഐഡിയോളജിയുണ്ട്. അതാണുള്ളത് വിചാരധാരയ്ക്കകത്ത്. വിചാരധാരയാണ് RSSൻ്റെ ഇന്നത്തെ വേദപുസ്തകം. ആ ബഞ്ച് ഓഫ് തോട്ട്സിൽ പറയുന്ന കൃത്യമായിട്ടുള്ള എണ്ണവിട്ട് പറയുകയാണ്. മുസ്ലിം, ക്രിസ്ത്യൻ, കമ്മ്യൂണിസ്റ്റുകാർ ഇവർ ഇൻറ്റേർണൽ എനിമീസ് എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നൊരു RSS, അവർ നയിക്കുന്നൊരു ഗവൺമെൻറ്, അതിൻ്റെ എല്ലാ ചെയ്തികളും വ്യക്തമാണ്. ആക്രമിക്കപ്പെടുന്ന പള്ളികൾ, ദേവാലയങ്ങൾ, കന്യാസ്ത്രീ മഠങ്ങൾ, ശ്മശാനങ്ങൾ തുടങ്ങിയതൊക്കെ നമ്മൾ കാണുകയാണ്. ഹിന്ദു അല്ല മുസ്ലിം ക്രിസ്ത്യൻ ഭേദമില്ല. ഹിന്ദുക്കളിൽ തന്നെ സാധാരണക്കാരുണ്ട്, പാവങ്ങളുണ്ട്, ദളിതരുണ്ട്, ആദിവാസികളുണ്ട്. അവർക്കൊന്നും സുരക്ഷിതത്വമില്ല. അതുകൊണ്ട് തന്നെ ഈ ചുറ്റുപാടിൽ ആക്രമിക്കപ്പെടുന്ന സാംസ്കാരിക വിശ്വാസ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന എല്ലാ മനുഷ്യരും ബന്ധുക്കളെ തേടുമ്പോൾ അവർ കണ്ട ബന്ധുക്കൾ ഞങ്ങളാണ്. എവിടെയെല്ലാം ഇടതുപക്ഷമുണ്ടോ അവിടെയെല്ലാം അവർക്ക് ഞങ്ങളുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ കണ്ടത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡിൽ ആക്രമിക്കപ്പെടുന്ന ക്രിസ്ത്യൻ മതവിശ്വാസികളെ, ആദിവാസികളെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സഹായിക്കുന്നത്. ഇപ്പോഴും അതെ, അപ്പോഴും അതെ. അപ്പോൾ ഞാൻ കൊടുത്തത് CPI ഓഫീസിലായിരുന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ അവിടെ പലവട്ടം പോയി. ഇപ്പോഴും അവിടെ തന്നെ അവർ പലരും ഉണ്ട്, പലരും പോകാറുണ്ട്. അങ്ങനെ നോക്കിയാൽ ന്യൂനപക്ഷങ്ങൾക്കൊന്നുറപ്പിക്കാൻ ഞങ്ങളുടെ പാർട്ടി വലുതാകട്ടെ ചെറുതാകട്ടെ, ഇടതുപക്ഷ പാർട്ടികൾ CPIയും CPMും അടക്കം വലുതായാലും ചെറുതായാലും ഞങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഉണ്ടാകും. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ച് നിൽക്കുമ്പോൾ അത് ഭൂരിപക്ഷ വിരുദ്ധതയായി ഒരു നരേറ്റീവ് ഉണ്ടാക്കാൻ ഉള്ളൊരു ശ്രമം പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അത് ഈ ഇടതുപക്ഷത്തിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ BJPക്ക് ഒരു അവസരം ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപമൊക്കെ ഉയരുന്നുണ്ട്. അതിനെങ്ങനെയാണ് പാർട്ടി കാണുന്നത്? ഞങ്ങളത് ഗൗരവമായി കണ്ടു. ഈ ജാഥകളിൽ ഞങ്ങൾ പറയാൻ ശ്രമിച്ച കാര്യം അതാണ്. ഞാനൊരു ജാഥയുടെ ക്യാപ്റ്റനായിരുന്നു, തെക്കൻ ബംഗാള ജാഥയുടെ. എൻ്റെ എല്ലാ പ്രസംഗത്തിലും ഞാൻ ബോധപൂർവം സമയമെടുത്തുകൊണ്ട് പറഞ്ഞൊരു കാര്യം ഈ കാര്യമായിരുന്നു. ഞങ്ങളുടെ സമീപനം എന്താണ്? മതങ്ങളോടുള്ള ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ ഞങ്ങളെല്ലാ മതങ്ങളിലും പെട്ട യഥാർത്ഥ വിശ്വാസികളുടെ ബന്ധുവാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ബന്ധുവാണ് ഞങ്ങൾ. അവർക്ക് വിശ്വസിക്കാൻ ഞങ്ങളെല്ലാ മതങ്ങളുടെയും വിശ്വാസാവകാശങ്ങളെ പവിത്രമായി കാണും. അതുകൊണ്ട് തന്നെ മാനിക്കും. നേരായ വിശ്വാസങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കും. നേരായ മതം പറയുന്ന വഴി എന്താ? സഹിഷ്ണുതയാണ്, വിട്ടുവീഴ്ച, ത്യാഗം, സ്നേഹം, പാരസ്പര്യം. ഇതെല്ലാമാണ് ദൈവത്തിൻ്റെ വഴി ആണ് എല്ലാ മതങ്ങളും പറയുന്നത്. ആ വഴിയെ പോകുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഞങ്ങൾ അവരെ ബന്ധുക്കളായി കാണുന്നു. എന്നാൽ എല്ലാ മതങ്ങൾക്കുള്ളിലുമുണ്ട് വേറൊരു ധാരയുണ്ട്. അത് ശക്തിപ്പെടുകയാണ് ഇപ്പോൾ. എല്ലാ മതങ്ങൾക്കുള്ളിലും ഒരേ സമയത്ത് മതഭ്രാന്ത്, തീവ്രവാദം ശക്തിപ്പെടുകയാണ്. യാദൃച്ഛികമല്ല അത്. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ചൂഷകവർഗത്തിലെ ഏറ്റവും പിന്തിരിപ്പന്മാർക്കറിയാം ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഏറ്റവും നല്ല വഴി മതങ്ങളെ പിടികൂടി അതിനകത്തൊരു കൂട്ടരെ ഈ പറയുന്ന
തീവ്രവാദത്തിൻ്റെ വഴിയിലേക്ക് ആകർഷിച്ചാൽ സ്വാഭാവികമായിട്ടും മതസ്പർദ്ധയുണ്ടാകും, ഭിന്നിപ്പുണ്ടാകും, ജനങ്ങൾ പല വഴിക്ക് പോകും. അപ്പോൾ ഈ പറയുന്ന ചൂഷക ഭീകരന്മാർക്ക് ഇടപെടാനും ജനങ്ങളെ പിഴിയാനും എല്ലാം എളുപ്പത്തിൽ പറ്റും. അതിൻ്റെ ഫലമായിട്ട് എല്ലാ മതങ്ങൾക്കുള്ളിലും ശക്തിപ്പെടുന്ന ഈ തീവ്രവാദ പ്രവണതകളെ ഞങ്ങൾ ശത്രുവായി കാണുന്നു. വിശ്വാസങ്ങളെ മാനിക്കും, എന്നാൽ തീവ്രവാദത്തെ മാനിക്കുകയില്ല. ഒരു വരയുണ്ട്, യഥാർത്ഥ മതവിശ്വാസം, അതാണ് ആ വര. ഇപ്പുറത്തുള്ളവരാണ് ഭൂരിപക്ഷം പേർ, അവർ ഞങ്ങളുടെ ബന്ധുക്കളാണ്. ഇവിടെ ഉള്ളത് കുറച്ച് പേരേ ഉള്ളൂ, പക്ഷേ എല്ലാ മതങ്ങളിലുമുണ്ട് തീവ്രവാദികൾ. അവർ ഞങ്ങളുടെ ശത്രുക്കളാണ്. ആ സമരത്തിൽ അവരെ തോൽപ്പിച്ച് ഇന്ത്യക്ക് പോകാൻ പറ്റും. മുമ്പോട്ട് പോകാൻ കുതിക്കുന്ന ഇന്ത്യയിൽ ഈ തീവ്രവാദത്തിൻ്റെ എല്ലാ ശക്തികളെയും പരാജയപ്പെടുത്തിയേ പറ്റൂ. പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള മഹത്തായ സമരത്തിൽ ഞങ്ങളുടെ ബന്ധുക്കളായി ഞങ്ങളിവരെ കാണുന്നു. എല്ലാ മതങ്ങളുടെയും യഥാർത്ഥ വിശ്വാസികളെ ഞങ്ങൾ ബന്ധുക്കളായി കാണുന്നുണ്ട്. അവരെ ഞങ്ങൾ ഏറ്റവും വലിയ സമര സഖ്യശക്തികളായി കാണും. സഖാവ് ഈ പറഞ്ഞ ആ ഒരു വരയുണ്ടല്ലോ, ആ ഒരു വരയുടെ അപ്പുറവും ഇപ്പുറവുമാണ് ഇവർ നിൽക്കുന്നതെന്ന് പറഞ്ഞു. ആ വര നേർത്തതായിക്കൊണ്ടിരിക്കുകയും ഈ ശബരിമല യുവതീ പ്രവേശം പോലെയുള്ള, സഖാവ് ഇപ്പോൾ പറഞ്ഞു വിശ്വാസത്തെ ഇത് ചെയ്യുന്നു, ആചാരങ്ങളെ ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഈ ശബരിമല യുവതീ പ്രവേശം പോലെയുള്ള വിഷയങ്ങളിൽ ഒരു ജാഗ്രതക്കുറവ് ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടായോ? അതാണ് BJPയും കോൺഗ്രസും ഉൾപ്പെടെ പ്രതിപക്ഷം ആയുധമാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പോലും വികസനത്തിനപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ ആയുധമാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഞാൻ ആരംഭത്തിലേ പറഞ്ഞല്ലോ, ഞങ്ങൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി പഠിക്കേണ്ട എല്ലാ പാഠങ്ങളും പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ. അത് തിരുത്തി മുമ്പോട്ട് ആവശ്യപ്പെട്ടുള്ള മാറ്റം വരുത്തിയിട്ടുമുണ്ട്. ഇപ്പോഴത്തെ മുഖ്യ വിഷയം വിശ്വാസികളെ സ്വന്തം ഭാഗത്തേക്ക് റാഞ്ചിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഈ വിശ്വാസഭ്രാന്തന്മാർക്ക്, തീവ്രവാദികൾക്ക് ഇടം കൊടുക്കലല്ല. വിശ്വാസങ്ങളെ ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും മാറ്റി വിശ്വാസങ്ങളെ പിശാചിൻ്റെ വഴിയെ നയിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളുടെ കയ്യിലേക്ക് വിശ്വാസികൾ അകന്നു പോകാതിരിക്കാൻ വേണ്ട നയമെന്താണോ, നടപടി എന്താണോ, അതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. അത് ഞങ്ങൾ ചെയ്യും. അതുപോലെ ഏറ്റവും കൗതുകമായി തോന്നിയൊരു കാര്യം, ഈ തുടർഭരണം പ്രത്യേകിച്ചും ഇടതുപക്ഷത്തെ ദുഷിപ്പിക്കും എന്നുള്ള തരത്തിൽ ഇടത് സഹയാത്രികരായ സാഹിത്യകാരന്മാരുൾപ്പെടെ ഇടയ്ക്ക് മുന്നറിയിപ്പ് തരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സഖാവിന് അത് എത്രത്തോളം, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങനെ കരുതുന്നുണ്ടോ സഖാവ്? അല്ല, അങ്ങനെ പറയുന്നവരെ ആരെയും ഞങ്ങൾ ശത്രുവായി കാണില്ല. ഏറ്റവും ശക്തമായ ഭാഷയിൽ പറഞ്ഞ ആൾ സച്ചിമാഷാണ്. സച്ചിമാഷ് ഞങ്ങളുടെ എല്ലാം ഉറ്റ സഖാവും സുഹൃത്തും വഴികാട്ടിയുമാണ്. നല്ല ബന്ധമുണ്ട്, വ്യക്തിപരമായിട്ടുണ്ട്, അല്ലാതെയുമുണ്ട്. അവർക്കൊരു കാര്യം പറയുമ്പോൾ അത് അവരാരും വേണ്ട, ആ ഗണത്തിൽപ്പെട്ട ആരും ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് വിമർശനപരമാണെങ്കിൽ പോലും ഞങ്ങൾ കാതുപൊത്തി പിടിക്കില്ല. ഞങ്ങളതിനെ സ്നേഹപൂർവ്വം കേൾക്കും, ഞങ്ങൾ ചിന്തിക്കും, അതിൻ്റെ പാഠം ഉൾക്കൊള്ളും, ഞങ്ങൾ ആ വഴിക്ക് മുമ്പോട്ട് പോകും. ഞങ്ങളതുകൊണ്ട് ആരെയും അവർ പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ മറുഭാഗത്ത് കാണില്ല, അവർ ഈ ഭാഗത്താണ് നിൽക്കുന്നത്. അല്ല, രാഷ്ട്രീയമായി സഖാവ് അങ്ങനെ കരുതുന്നുണ്ടോ? അത്തരം ആ ഒരു വിമർശനത്തിൻ്റെ ഒന്ന് വിശകലനം ചെയ്യാൻ പറ്റുമോ സഖാവിന്? അതിൽ നിന്ന് ഞങ്ങൾ സ്വയം ചോദിക്കണം, അവരെല്ലാം പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഒന്ന് നോക്കണം ഞങ്ങൾ. കഴമ്പുണ്ടെങ്കിൽ വി നീഡ് ടു ബി റെക്ടിഫൈഡ്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പം ഇടതുമുന്നണിയെ നയിക്കുന്നത് പിണറായി വിജയനും, മുഖ്യമന്ത്രി പിണറായി വിജയനും, അതേപോലെ CPIയുടെ ഭാഗത്തുനിന്ന് താങ്കളുമാണ്. അങ്ങനെ ഞാനത് കാണുന്നില്ല. LDF നയിക്കുന്നത് LDF പാർട്ടികളാണ്. ഏറ്റവും കൂടുതൽ ഈ ഒരു ആരോപണം പ്രതിപക്ഷ ഭാഗത്തുനിന്ന് ഉന്നയിക്കുന്നത് ഏകാധിപത്യപരമായ പ്രവണതകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. താങ്കൾ അടുത്ത് നിന്ന് അദ്ദേഹമൊപ്പം ചേർന്ന് ഇത്രയും നാളും പ്രവർത്തിച്ച ഒരാളാണ്. താങ്കൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകുമ്പോൾ താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ ഈ പറഞ്ഞ വലിയ കാര്യങ്ങളില്ലേ, കേരളത്തിൽ ഇപ്പം തന്നെ LDF തകരും, CPM തമ്മിലടിച്ച് പിരിയും എന്നെല്ലാം പത്രങ്ങൾ പറഞ്ഞ എല്ലാവരും പറഞ്ഞൊരു ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം നിങ്ങളീ പറഞ്ഞ പിണറായി വിജയനുമായിട്ട് മിക്കവാറും എല്ലാ ദിവസവും ബന്ധപ്പെട്ടവരാണ് ഞാൻ. അത് കേൾക്കാൻ ക്ഷമ കാണിച്ചു. അദ്ദേഹം ആർഗ്യുമെൻറ്റ്സ് ഇങ്ങോട്ട് പറഞ്ഞു, അതുപോലെ ആർഗ്യുമെൻറ്റ്സ് അങ്ങോട്ട് കേട്ടു. അതൊരു വട്ടമോ 2 വട്ടമോ ആയപ്പോഴത്തേക്കും ഒരു അസഹിഷ്ണുതയും കാണിച്ചില്ല. വിഷയങ്ങൾ തീരും വരെയും പാലിക്കേണ്ട ഒരു കമ്മ്യൂണിസ്റ്റ് അച്ചടക്കം കാണിച്ചു അദ്ദേഹം. വിശാലമായ അപ്രോച്ച് കാണിച്ചു. ഞാൻ കണ്ടത് അതാണ്. അപ്പോൾ ആ ഒരാളെപ്പറ്റി എനിക്ക് ചിത്രമുള്ള അതാണ് ചിത്രം. അല്ലാതെ ഏകാധിപതിയാണ്, മിണ്ടാൻ സമ്മതിക്കില്ല, സത്യമല്ല അത്. നിങ്ങൾക്കൊരു ആർഗ്യുമെൻ്റ് ഉണ്ടെങ്കിൽ
നിങ്ങളീ പറയുന്ന നേതാവ് അത് കേൾക്കും. അദ്ദേഹം പക്ഷേ മൗനം പാലിക്കില്ല. അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറഞ്ഞിരിക്കും, അല്ലാതെ ഈ കാപട്യം കാണിക്കില്ല. അത് ക്വാളിറ്റിയാണത്. അങ്ങനെയുള്ള ആളെ എനിക്ക് ബഹുമാനമാണ്. അതിനർത്ഥം എല്ലാ അംശങ്ങളും അദ്ദേഹം വേറൊരു വ്യക്തിയാണ്. ഒരിക്കലും ആരോ പറഞ്ഞല്ലോ, അദ്ദേഹം തന്നെ പറഞ്ഞു, ബിനോയ്ക്ക് ബിനോയുടെ വഴി, എനിക്ക് എൻ്റെ വഴിയൊന്നും. വളരെ ശരിയാണത്. ഇതെല്ലാം കഴിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ വഴിയുണ്ട്, CPIക്ക് CPIയുടെ വഴിയുമുണ്ട്, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണമുണ്ട്, പരസ്പര ബഹുമാനമുണ്ട്, ആദരവുണ്ട്, സ്നേഹമുണ്ട്. അത് ഞങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെയും ആശയത്തിൻ്റെയും അടിത്തറയാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിനൊപ്പം തന്നെ CPIയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വളരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. പക്ഷേ അതിൻ്റെ ഉള്ളിലും ഒരു കരടായി വന്നത് നാട്ടികയിൽ CC മൂന്തനെ പോലെയുള്ള ഒരു നേതാവ് CPI ഏറ്റവും വലിയ ശത്രുവായി കാണുന്ന BJPയുടെ പാളയത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ ഇടത് നേതാക്കൾക്ക് പോലും എത്തിപ്പെടാൻ കഴിയുന്ന ഒരു പാളയമാണ് BJP എന്നുള്ളൊരു സന്ദേശമാണ് പുറത്തേക്ക് വന്നത്. അത് CPI പോലെ ഒരു പ്രധാനപ്പെട്ട ഇടത് പാർട്ടിയിൽ നിന്ന് വരുമ്പോൾ അത് എത്രത്തോളം ഒരു ആശങ്കാജനകമായിട്ടാണ് അതിനെ കാണുന്നത്? ഞങ്ങൾ ശ്രമിച്ചത് ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ്. പാർട്ടിക്കകത്ത് നടക്കേണ്ട എല്ലാ ജനാധിപത്യ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഒരു പ്രക്രിയയുണ്ട് അതിനകത്ത്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഒരു സീറ്റേ ഉള്ളൂ, ഒരാൾക്കേ ആകാൻ പറ്റൂ. എല്ലാ സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മിടുമിടുക്കരായിട്ടുള്ള സഖാക്കൾ അനവധി പേരുണ്ട്, ഓരോ മണ്ഡലത്തിലുമുണ്ട്. അവിടെ നിന്ന് വരുന്ന ഒരു പാനൽ, അതിൽ 3 പേരാകാം 4 പേരാകാം, അങ്ങനെ പാനൽ വരുന്നു. ആ പാനലിൽ നിന്നാണ് ഞങ്ങൾ ഒരാളെ കണ്ടുപിടിക്കേണ്ടത്. ശ്രമകരമാണ് ആ ജോലി. പക്ഷേ ആ ജോലിയിൽ ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള ഒരു തർക്കവുമില്ലാതെ, പടലവടക്കങ്ങളോ തമ്മിലടിയോ ഗ്രൂപ്പിസമോ ഒന്നുമില്ലാതെ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി പട്ടിക ആദ്യം പുറത്തിറക്കിയ പാർട്ടി CPI ആണ്. ആ ഒരു മുഖശോഭയുണ്ട് CPIക്ക്. ആ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോഴത്തേക്കും പൊതുവേ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയ വൃത്തങ്ങളും മാധ്യമപ്രവർത്തകരും എല്ലാം പറഞ്ഞു, ഒന്നാം തരം ലിസ്റ്റാന്ന് പറഞ്ഞു. സന്തോഷം. നാട്ടിലുണ്ടായ കാര്യം ഞാൻ ദുഃഖിച്ചവനാണ്. പക്ഷേ മുകുന്ദൻ BJPയിലേക്ക് പോയപ്പം ദുഃഖം മാറി. ദുഃഖിച്ചത് വേറെ ഒന്നുകൊണ്ടുമല്ല, ഒരു വളരെ സാധു കുടുംബത്തിൽ ജനിച്ച, ബുദ്ധിമുട്ട് ജീവിച്ച, ചുമരെടുത്തുകൊണ്ട് പാർട്ടിയിൽ പ്രവർത്തിച്ച, അങ്ങനെ പാർട്ടി ഏറ്റവും താഴെ മുതൽ വളർന്നു വന്ന ഞങ്ങളെല്ലാവരും സ്നേഹത്തോടു കൂടി കണ്ട ഒരു സഖാവ് മുകുന്ദൻ സ്ഥാനാർത്ഥിയാകുന്നില്ല. അവിടുത്തെ പാർട്ടി അതിനെ പിന്തുണയ്ക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയായില്ല. പക്ഷേ ആ മുകുന്ദൻ പിറ്റേന്ന് കോൺഗ്രസിൽ പോയി മുട്ടി. അവർ തുറന്നില്ല വാതിൽ. ഉടനെ BJPയിലേക്ക് പോയി. അങ്ങനെ കോൺഗ്രസിലേക്കും BJPയിലേക്കും പോകാൻ വേണ്ടി സ്ഥിരമായി കുപ്പായം മറന്നു നിൽക്കുന്ന ആളാണ് മുകുന്ദനെങ്കിൽ ആ മുകുന്ദനെ പറ്റി വേദനിച്ച എൻ്റെ വേദന അസ്ഥാനത്തായി പോയതിന് എന്നോട് തന്നെ ഞാൻ പറഞ്ഞു. മറ്റൊരു സ്നേഹം മറന്നുകൊണ്ടുമല്ല, വ്യക്തിപര സ്നേഹം മാത്രമല്ല, വർഗപരമാണ് സ്നേഹം. ഞങ്ങളുടെ വർഗത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഞങ്ങൾ കണ്ട ഒരാൾ ആ വർഗ താല്പര്യങ്ങളെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് വർഗശത്രുവിൻ്റെ ജനശത്രുവിൻ്റെ പാളയത്തിൽ പോയി ചേക്കേറിയപ്പോൾ ബോധ്യപ്പെട്ടു ഞങ്ങൾ കണ്ട മുകുന്ദനല്ല യഥാർത്ഥ മുകുന്ദൻ. അദ്ദേഹമാണ് പേയ്മെൻറ്റ് സീറ്റാണെന്നുള്ള ആരോപണം പോലും ആരും വിശ്വസിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി അത്തരത്തിലുള്ള വാക്കുകൾ ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല. സമാനതകളില്ലാത്ത തരത്തിൽ മുതിർന്ന നേതാക്കൾ പാർട്ടിയിൽ നിന്ന് കലഹിച്ച് പുറത്തു വന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നു. G. സുധാകരൻ, V. കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ, ഇവരൊക്കെ പുറത്തു വന്നിട്ട് ഇത്തരം വിഷയങ്ങളിൽ അവർ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രപരമായ ആരോപണങ്ങളല്ല. അവരുന്നയിക്കുന്നത് വ്യക്തിപരമായ അല്ലെങ്കിൽ ഈ ഇടത് രാഷ്ട്രീയത്തിലുണ്ടാകുന്ന മൂല്യച്യുതികൾ എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ പുറത്തു വന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇടത് രാഷ്ട്രീയത്തിൽ ഒട്ടും പതിവില്ലാത്ത കാഴ്ചകളാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകുന്നത്. അതിനെ എങ്ങനെയാണ് സഖാവ് കാണുന്നത്? ഞങ്ങളുടെ പാർട്ടി CPI മാത്രമല്ല, കേരളത്തിൽ CPM ഞങ്ങളെല്ലാ പാർട്ടി സമ്മേളനങ്ങളിലും താഴെ മുതൽ പാർട്ടി കോൺഗ്രസുകളുടെ എല്ലാ സമ്മേളനങ്ങളിലും ഒരു കാര്യം പറയാറുണ്ട്: കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുടെ പ്രാധാന്യം. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് CPIക്കകത്ത് സഖാവ് ഒടിയം ഭാർഗവനും സഖാവ് ചന്ദ്രപ്പനും എപ്പോഴും ഞങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ച കാര്യം അതാണ്, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ. ആ മൂല്യങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പ്രാണവായുവിനെ പോലെ പ്രിയങ്കരമാകണം
അതാണ് അവർ പറഞ്ഞ പാഠം. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന പ്രമാണമാണ്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ മുറുകെ പിടിക്കുക, ആ വഴിക്ക് ജീവിക്കാൻ ശ്രമിക്കുക. ആ മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ ശ്രമിക്കേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് മൂല്യങ്ങളെ മറക്കുന്ന പ്രവണത ശക്തിപ്പെടുന്നുണ്ട്. അതേപ്പറ്റി പാർട്ടി എപ്പോഴും പാർട്ടിയെ തന്നെ ജാഗ്രതപ്പെടുത്താറുമുണ്ട്. പാർട്ടി കോൺഗ്രസ് രേഖ വായിച്ചാൽ എല്ലാ രേഖകളിലും എല്ലാ കോൺഗ്രസ്സുകളിലും ഉണ്ട് ഒരു സംഘടനാ രേഖയുണ്ടാകും, ഓൺ ഓർഗനൈസേഷൻ. ആ രേഖയ്ക്കകത്ത് സ്ഥിരമായ ഒരു കാര്യമല്ല പറഞ്ഞു പോരുന്നൊരു കാര്യമാണ് ഈ പറയുന്നത് പാർലമെൻ്ററി വ്യാമോഹം. സ്ഥാനാർത്ഥി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ, ജാതിവാദം, സ്ത്രീവിരുദ്ധത, അന്ധവിശ്വാസങ്ങൾക്ക് അടിപ്പെടുക, ആർഭാട ജീവിതത്തിലേക്ക് പോവുക, ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിന്ന് പാർട്ടി ഒഴിവാക്കേണ്ട, പാർട്ടിക്കകത്ത് സമരം ചെയ്ത് മാറ്റേണ്ട തിന്മകളായിട്ട് തന്നെയാണ് പാർട്ടികളും സി പി എമ്മും പറയുന്നത്. അത് ഞങ്ങൾ വീണ്ടും വീണ്ടും പറയാൻ ബാധ്യസ്ഥരാണ്. അത് പറയണം. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് മൂല്യങ്ങളെപ്പറ്റിയുള്ള പാഠങ്ങൾ ശക്തിപ്പെടണം. ഞങ്ങളുടെ പാർട്ടി അതുപോലെ തന്നെ ഇത്തരം വ്യാമോഹങ്ങൾ, ഇത്തരം അധികാരമോഹത്തിൻ്റെയും പാർലമെൻ്ററി വ്യാമോഹത്തിൻ്റെയും അതുപോലെയുള്ള പ്രവണതകളുടെയും എല്ലാം അടിമകളായിട്ട് സഖാക്കൾ മാറിപ്പോകാതിരിക്കാൻ പാലിക്കേണ്ട ഒരുപാട് ജാഗ്രതയുണ്ട്. അത് നിങ്ങൾ പാലിക്കണം. സഖാവിനെ നേരിട്ടറിയാവുന്ന ജി സുധാകരനെ പോലെ ഒരു നേതാവ് 6 പതിറ്റാണ്ടോളം നിന്ന ഒരാൾ ഇത്തരത്തിലൊരു മാറുമ്പോൾ അതിനെ അധികാരമോഹം മാത്രമായിട്ട് വ്യാഖ്യാനിച്ച് പോകാൻ കഴിയുന്നതാണോ? അല്ല, അത് വലിയ അളവിലതുണ്ട്. ഒരിക്കലും ജി സുധാകരനെ പോലെ സഖാവ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അതിനകത്ത് ഒരു എലിമെൻറ്റ് അധികാരമോഹം തന്നെയാണ്. അങ്ങനെ സഖാവ് വിശ്വസിക്കും? വിശ്വസിക്കുന്നത് തന്നെയാണ്. എനിക്ക് ഇഷ്ടമല്ല അത് പറയാൻ. ആൻഡ് ഐ ലവ് ഹിം സോ മച്ച്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ സത്യം അതാണ്. പലപ്പോഴും നമുക്ക് സത്യം പറയേണ്ടി വരുമ്പോഴത്തേക്കും അത് അപ്രിയമായിരിക്കും, പക്ഷെ പറഞ്ഞേ തീരൂ. അതുപോലെ കേരളത്തിലിപ്പം 2 മുന്നണികൾ എന്നുള്ളൊരു സംവിധാനമായിരുന്നു. ഇടത് വലത് മുന്നണികൾ മാറി മാറി വരുന്ന ഒരു സംവിധാനമായിരുന്നു. പക്ഷേ അതിലേക്ക് BJP കൂടെ പരിഗണിക്കാമെന്ന തരത്തിൽ ജനങ്ങളുടെ മനസ്സ്, വോട്ടർമാരുടെ മനസ്സ് പരുവപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ പിടിക്കുന്നു. BJP ചരിത്രത്തിലാദ്യമായി ഇടത് കോട്ടയായിരുന്നു, അത് പിടിച്ചെടുക്കുന്നു BJP. അത്തരത്തിൽ BJP ഇടത് മുന്നണിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു കയറിക്കൊണ്ടുള്ള ഒരു വളർച്ച BJP കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ അത് കാണാതെ പോകുന്നത് ശരിയല്ല. അതിനെ എങ്ങനെ, ഏത് തരത്തിൽ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് താങ്കൾ? 2 വശത്തുണ്ട്. ഒന്ന്, കേരളം ഇന്ത്യയുടെ ഭാഗമാണ് തന്നെയാണ്. ഇന്ത്യയിലാകെ ഒരു വലതുപക്ഷ തീവ്രവാദ രാഷ്ട്രീയത്തിൻ്റെ ശക്തിപ്പെടലുണ്ട്. RSSൻ്റെയും BJPയുടെയും തള്ളിക്കയറ്റമുണ്ട്. ഇന്ത്യയിലാകെ തന്നെ ഉണ്ട്. വലതുപക്ഷ കാറ്റാണത്. ആ കാറ്റ് വീശുന്നുണ്ട് ഇവിടെ. അതിൻ്റെ ബന്ധുക്കൾ ലോകത്താകെ തന്നെയുണ്ട്. ട്രംപ് അതിൻ്റെ ബന്ധുവാണ്. നെതന്യാഹു അതിൻ്റെ ബന്ധുവാണ്. നെതന്യാഹുവിനും ട്രംപിനും മോദിക്കും പൊതുവെ ബാധകമായ ഒരു ഘടകമുണ്ട്. എന്തെന്നറിയുമോ? അത് ഇസ്ലാം വിരുദ്ധത, ഇസ്ലാമോഫോബിയ. ഇസ്ലാം വിരുദ്ധത എന്ന് പറയുന്നൊരു വിഷബാധ ഏറ്റിട്ട് ഈ 3 കൂട്ടരും ഉറഞ്ഞു തുള്ളുകയാണ്. ലോകരാഷ്ട്രീയത്തിൽ ട്രംപ് ചെയ്യുന്നതാണ്. അതാണ് നെതന്യാഹു ചെയ്യുന്നത് എല്ലാ കാലത്തും. അതാണ് സിയോണിസത്തിൻ്റെ ആശയടിത്തറ. അതാണ് ഇവിടെ RSSനെയും BJPയെയും മോദിയെയും എന്നും ഇങ്ങനെ ആവേശം കൊള്ളിക്കുന്നത്. ആ മീറ്റിംഗ് പോയിന്റിലാണ് അവർ ഒത്തുകൂടുന്നത്. ഈ ലോക സാഹചര്യത്തിൽ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഈ വളർച്ച ഇവിടെ ഉണ്ടായാൽ അത്ഭുതം വേണ്ട. കേരളം ഒരു വലിയ മതിൽ കെട്ടി നിൽക്കുന്ന രാജ്യമല്ല, സംസ്ഥാനമല്ല. അതിൻ്റെ ഐഡിയാസും ആശയങ്ങളൊക്കെ പതുക്കെ ഇവിടെ എത്തുന്നുണ്ട്. അതുകൊണ്ട് BJPയുടെ ആ ഒരു, നിങ്ങൾ പറയും പോലെ BJP അങ്ങോട്ട് കേരളത്തെ കീഴ്പ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയില്ല. പക്ഷെ BJPക്ക് വളർച്ച ഉണ്ടാകുന്നുണ്ട് പല സ്ഥലങ്ങളിലും. നിങ്ങളതിൻ്റെ ഗൗരവത്തെ തന്നെ കാണണം. അതൊരു വെറും വളർച്ചയല്ല, വെറും ഒരു പാർട്ടിയുമല്ല. അത് പിന്തിരിപ്പനായിട്ടുള്ള ഫാസിസ്റ്റ് ആശയത്തിൻ്റെ തടവിൽ ജീവിക്കുന്നൊരു പാർട്ടിയാണ് RSS BJP. അത് ശക്തിപ്പെട്ടാൽ ഉണ്ടാകാൻ പോകുന്ന ആപത്ത് ചെറിയ ആപത്തല്ല. യെറ്റ് അനദർ പൊളിറ്റിക്കൽ പാർട്ടിയല്ല BJP. വളരെ വിപത്കരമായിട്ടുള്ള ഹിറ്റ്ലർ മുസോളിനി ആശയത്തിൻ്റെ അതേ പാതയിലൂടെ നീങ്ങുന്ന ഒരു പിന്തിരിപ്പൻ ഫാസിസ്റ്റ് ഐഡിയോളജിയുമായിട്ടൊരു പാർട്ടി ശക്തിപ്പെട്ടാൽ മറ്റൊരു പാർട്ടി ജയിച്ചു എന്നതിൻ്റെ അർത്ഥം. ഡെമോക്രസിയുടെ
മതനിരപേക്ഷതയുടെ നമ്മുടെ പരമാധികാരത്തിൻ്റെ എല്ലാം അടിസ്ഥാന പ്രമാണങ്ങൾ വെറുക്കുന്ന ഒരാശയത്തിൻ്റെ തള്ളിക്കയറ്റമാണത്. ഈ ആശയം ശക്തിപ്പെട്ടാൽ ഇന്ത്യക്ക് ആസ് എ നേഷൻ മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഇന്ത്യയുടെ അസ്തിത്വമാണ് വിഷയം. ആ അസ്തിത്വത്തിൻ്റെ മുമ്പിൽ ഏറ്റവും കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന ഇത്തരം ശക്തികളെയും ആശയങ്ങളെയും തോൽപ്പിക്കേണ്ട ഘട്ടത്തിൽ ഞങ്ങളതിനെ കാണുന്നത് ആ അർത്ഥത്തിലാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കരുതും പോലെ BJP ഇവിടെ മുഴുവനും ഇളക്കി പിടിച്ചിട്ടില്ല. ശരിയാണ്, അവർക്ക് ചെറിയ വിജയം ഉണ്ടായിട്ടുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത്. നിങ്ങളെന്തേ അവരുടെ പരാജയം കണ്ടില്ല? തൊട്ടു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ വിജയം നേടിയിട്ടുള്ള സ്ഥലമാണ് തൃശ്ശൂരിൽ പല പഞ്ചായത്തുകളും. അതെല്ലാം പോയില്ലേ? BJPയുടെ വോട്ട് കുത്തനെ താണില്ലേ? അത് കാണുന്നത് അതാണ് കേരളത്തിൻ്റെ ഈ കോട്ട. നിങ്ങൾ പറഞ്ഞാൽ കോട്ടയാണ് കേരളം. ഇടതുപക്ഷ മതനിരപേക്ഷ ആശയങ്ങളുടെ കോട്ടയാണ് ഈ കേരളം. അതുകൊണ്ടാണ് അത് കുത്തനെ താണത്. കേരളത്തിലാകെ തന്നെ ആ താഴ്ച ഉണ്ടായിട്ടുണ്ട്. അയ്യപ്പൻ്റെ പേര് പറഞ്ഞാണല്ലോ ഇവിടെ വോട്ട് പിടിച്ചത്. അയ്യപ്പൻ്റെ ജന്മസ്ഥലം ഏതാ? പന്തളമാണ്. ഐതിഹ്യം പറയുന്നു. അവിടെ ഭരിച്ച പാർട്ടി പണ്ട് BJP ആയിരുന്നു മുനിസിപ്പാലിറ്റി ഭരിച്ചത്. ഇപ്പോൾ BJP അല്ല, അവിടെ ഇപ്പോൾ LDF ഭരിക്കുന്നു. ശബരിമല ഇരിക്കുന്ന പഞ്ചായത്ത് ഏതാണ്? വാർഡ് ഏതാണ്? ആ പഞ്ചായത്തും ആ വാർഡും ഇത്തവണ BJP ജയിച്ചില്ല. ജയിച്ചത് LDF ആണ്. ഒരു വലിയ നഗരമാണ്, അമ്പലത്തിൻ്റെ പേരുള്ള നഗരമാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ. ഇറ്റ്സ് എ ടെമ്പിൾ സിറ്റി, ക്ഷേത്ര നഗരമാണ്. ആ കൊടുങ്ങല്ലൂർ ഞങ്ങൾ പിടിക്കുമെന്ന് വാശി പിടിച്ച് പറഞ്ഞു BJP ജയിച്ചില്ല. അവിടെ LDF ഭരിക്കുന്നു. അങ്ങനെ നോക്കിയാൽ എല്ലാ സ്ഥലങ്ങളിലും ഇത് കാണാൻ പറ്റും. വിശ്വാസികൾ എല്ലാവരും അപ്പുറത്തേക്ക് പോവുകയില്ല. കാരണം BJPയുടെ രാഷ്ട്രീയം യഥാർത്ഥ വിശ്വാസങ്ങളെ വഞ്ചിക്കുന്നതാണ്. താങ്കൾ ഈ പറഞ്ഞ ഈ വലിയ വെല്ലുവിളിയായിട്ട് കാണുന്ന ഈ ഒരു പ്രശ്നത്തെ ഏറ്റവും ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയേണ്ട കോൺഗ്രസ് ആ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ട്? ഇല്ല, അത് വലിയ യാഥാർത്ഥ്യമല്ലേ. ഇവിടുത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് നോ ഐഡൻറ്റിറ്റി. സ്വന്തം വ്യക്തിത്വമുള്ള കോൺഗ്രസ് ഇവിടെ ഇല്ല. ഇവിടുത്തെ കോൺഗ്രസ് BJPയുടെ ഒരു വാല് മാത്രമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടോ കേരളത്തിലെ കോൺഗ്രസ്സുകാർ BJP എതിർക്കുന്നതായിട്ട്? കേട്ടോ? ഇവിടെ ഒരു സംയുക്ത പ്രമേയം കൊണ്ടുവന്നു ഗവൺമെൻറ് അസംബ്ലി ലാസ്റ്റ് സെഷനിൽ. ആ പ്രമേയത്തിൽ പറഞ്ഞത് കേരളത്തോട് കാണിച്ച കേന്ദ്ര അവഗണനയെ പറ്റിയാണ്. ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായിട്ട് അവഗണിച്ചു. അതിന് കേരളം ഒറ്റക്കെട്ടായി തള്ളിക്കളയണം, തള്ളിപ്പറയുന്നു എന്നുള്ള വാചകമാണ് അതിനകത്തുള്ളത്. ഞങ്ങൾ വ്യാമോഹിച്ചത് അത് അന്നെങ്കിലും കോൺഗ്രസ് ഈ വാക്കൗട്ട് അഭ്യാസമൊക്കെ നിർത്തിവെച്ചിട്ട് അവിടെ കയറിയിരിക്കുമെന്നും 10 വാക്ക് ആ നയങ്ങളെപ്പറ്റി പറയുമെന്നും BJP വിമർശിക്കുമെന്നും എല്ലാം ഞങ്ങൾ വ്യാമോഹിച്ചു. എന്നിട്ട് കൈപൊക്കി ഒറ്റക്കെട്ടായിട്ട് ആ പ്രമേയം പാസ്സാക്കാൻ സഹകരിക്കുമെന്നും ഞങ്ങൾ വ്യാമോഹിച്ചു. കോൺഗ്രസ് ചെയ്തില്ല. അവരന്ന് ഇറങ്ങിപ്പോയി. എന്നും ഇറങ്ങിപ്പോകാൻ വേണ്ടി വരുവാണല്ലോ. അന്നും ഇറങ്ങിപ്പോയി. കാര്യം എന്താ? അവിടെ ഇരുന്നാൽ BJPയെ തള്ളി പറയണം, മോദിയെ വിമർശിക്കണം, മോദിയുടെ യുദ്ധനയങ്ങളെപ്പറ്റി പറയേണ്ടി വന്നേക്കാം, ചിലപ്പോൾ ട്രംപിനെ പറ്റി പറയേണ്ടി വന്നേക്കാം. അതെല്ലാം മോദിക്ക് ഇഷ്ടപ്പെടില്ല എന്നിവർക്കറിയാം. അതുകൊണ്ട് BJPക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും പറയാത്ത പാർട്ടിയാണ് ഇവിടുത്തെ കോൺഗ്രസ്. ഈ കോൺഗ്രസിന് വാസ്തവത്തിൽ നെഹ്റു ഗാന്ധി പാരമ്പര്യങ്ങളെപ്പോലും അറിയില്ല. കാരണം അന്ധമായ ഇടതുപക്ഷ വിരുദ്ധത്തിൻ്റെ മാത്രം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ കോൺഗ്രസ്സിന് ആ രാഷ്ട്രീയത്തിൻ്റെ വഴിയെ പോകുന്നവർക്കെല്ലാം BJP ബന്ധുത്വം വേണ്ടി വരും. ഇവിടെ കാണുന്ന കാഴ്ച അതാ. ഇപ്പം കാണുന്നത് നല്ലത് 1991 വടകര ബേപ്പൂർ മോഡലുണ്ടായി. അന്ന് മുതലേ കേരളം കാണുന്നുണ്ട് ഇടതുപക്ഷത്തിന് എതിർക്കുവാൻ വേണ്ടി കോൺഗ്രസും BJPയും ഇവിടെ കൈകോർക്കും. ഇപ്പോഴും കൈകോർക്കും, നാളെയും കൈകോർക്കും. ഇത് കോൺഗ്രസിൻ്റെ നാശത്തിലേക്കുള്ള യാത്രയാണ്. അതിൻ്റെ പ്രത്യാഘാതമാണ് ഇപ്പോൾ കോൺഗ്രസ് കാണുന്നത്. അന്ധമായ ഇടതുപക്ഷ വൈരം മാത്രം പറയുന്ന കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ആപത്ത് ഇന്ന് കോൺഗ്രസിനെ തിരിഞ്ഞു കൊത്തുകയാണ്. 100 കൊല്ലം മുമ്പുള്ള ഒരു അമ്മായിയമ്മയുടെ മനഃശാസ്ത്രമാണ് ഇവിടുത്തെ കോൺഗ്രസ്സിലുള്ളത്. അതുകൊണ്ട് സ്വന്തം മകനെ കൊന്നിട്ടും മരുമകളുടെ കണ്ണീര് കാണാൻ കാത്തിരിക്കുന്ന ഈ കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്താ? ഗാന്ധി നെഹ്റു മൂല്യങ്ങളെ കുഴിച്ചു മൂടിയിട്ടായാലും വേണ്ടില്ല,
BJPയുടെ ചങ്ങാത്തം കൂടി LDFനെ പരാജയപ്പെടുത്തണം. ആ കോൺഗ്രസ്സിന് കാത്തിരുന്നത് ഇത് തന്നെയാണ്. പക്ഷേ മറുവാദമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇപ്പം താങ്കൾ തന്നെ നേരിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വന്ന രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ADGPയുടെ വിഷയത്തിലാണെങ്കിലും പിന്നീട് PMCയുടെ വിഷയത്തിലാണെങ്കിലും CPI നേരിട്ടിറങ്ങി തിരുത്തേണ്ടി വന്ന രണ്ട് ഘട്ടങ്ങളാണത്. അത് പിന്നീട് തിരുത്തുകയും ചെയ്തു. പക്ഷേ അതുന്നയിച്ചിട്ടാണ് ഒരു BJP CPM ബാന്ധവം കോൺഗ്രസ് ആരോപിക്കുന്നത്. അതൊരു പൊള്ളയായ വാദഗതിയല്ലേ. ആ ADGP ഇന്ന് ക്രമസമാധാന പാലന ചുമതലയിലുണ്ടോ കേരളത്തിൽ? ഉണ്ടോ? ഇല്ലല്ലോ. അതാണ് ഇടതുപക്ഷം. PMC ആ നയമുണ്ടോ ഗവൺമെൻറ്റിന് ഇപ്പോൾ? ഇല്ല. അതാണ് ഇടതുപക്ഷം. അന്ന് യുദ്ധമൊന്നും വേണ്ടി വന്നില്ല. ഞങ്ങൾ സഖാക്കളെപ്പോലെ, ഉറ്റ സഖാക്കളെപ്പോലെ പരസ്പരം സംസാരിച്ചു. ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ സഖാക്കൾക്കത് ബോധ്യപ്പെട്ടു. ഒരാഴ്ച കൊണ്ട് വരുത്തേണ്ട മാറ്റം വന്നു. അതാണ് ഇടതുപക്ഷം. അത് കാണണം കോൺഗ്രസ്സുകാർ, അത് കാണണം BJPക്കാർ. ഈ ലെഫ്റ്റിൻ്റെ മഹത്വം അതാണ്. ആശയ വിഷയങ്ങളിൽ ഞങ്ങൾക്ക് ഒരു വ്യത്യസ്ത അഭിപ്രായം വന്നാൽ ഞങ്ങൾ കഴുത്തിന് പിടിക്കില്ല. ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് താഴ്ത്തിവിടില്ല. ഞങ്ങൾ കുറ്റാളികളെ കാര്യം ചെയ്യില്ല. ഞങ്ങളുടെ സഖാക്കളെപ്പോലെ ഇതിൽ ഇരിക്കും, സംസാരിക്കും, അഭിപ്രായങ്ങൾ പറയും. ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, 4 ദിവസം എല്ലാം തീരും. എല്ലാം തീർക്കാൻ പറ്റും. ലെഫ്റ്റിന് ആ കരുത്തുണ്ട്. ആ കരുത്ത് വ്യക്തികളുടെ കരുത്തല്ല, ആ കരുത്ത് ആശയത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് PMC വിഷയത്തിൻ്റെ തീരുമാനം വന്ന അന്ന് ഈ ഭൂമുഖത്ത് വെച്ച് ഞാൻ പറഞ്ഞത്, ഞങ്ങളൊരു വിജയത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ വർഷമായിട്ട് കാണാൻ ശ്രമിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ വഴി അതല്ല. വിജയത്തിൻ്റെ കാര്യമായിട്ട് ആരും വരണ്ട എന്ന് ഞാൻ പറഞ്ഞവരോട്, മാധ്യമ സുഹൃത്തുക്കളോട്. അവർക്ക് വീണ്ടും വാശി, CPI ജയിച്ചില്ലേ എന്ന്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഭാഷ അറിയാവുള്ളൂ എങ്കിൽ ജയം തോൽവി ഞങ്ങൾക്കതറിയില്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയത്തെ പറ്റി അറിയാവുള്ളൂ. നിങ്ങൾക്കതേ മനസ്സിലാക്കുമെങ്കിൽ ഞാൻ പറയാം ഇത് LDFൻ്റെ വിജയമാണ്. LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ്. LDF ആശയത്തിൻ്റെ വിജയമാണ്. അതാണ് അതിൻ്റെ കരുത്ത്. ഈ ആശയം തമാശക്കളിയല്ല. ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കളിയല്ല. ഐഡിയോളജി ഉണ്ട് CPIക്കും CPMനും. അതിൻ്റെ കരുത്ത് കൊണ്ടാണ് CPIക്കും CPMനും നിങ്ങൾ വലിയ പർവ്വതം പോലെ ഉരുട്ടിക്കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ പരസ്പരം സംസാരിച്ചപ്പോഴത്തേക്കും മഞ്ഞുകട്ട പോലെ ഉരുകിപ്പോയത്. ആ ബന്ധമുണ്ട് CPIക്കും CPMനും. നിങ്ങളീ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഇന്നില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാ വാദങ്ങളും കെട്ടിപ്പൊക്കുന്നത് എവിടെയാണ്? ഒരു നോൺ ഇഷ്യൂവിനാണ്. They have no issues to tell the people. So they rely on the non-issues. Pity for them. ഇപ്പോൾ അതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഈ സാമുദായിക സംഘടനകൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം പല സ്ഥലത്തും കാണാൻ പറ്റി. ഇപ്പം തുറന്നു ചോദിക്കുകയാണെങ്കിൽ ശിവഗിരി മഠം ഉൾപ്പെടെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഒരു ലിസ്റ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യം വന്നു. ന്യൂനപക്ഷങ്ങൾക്ക് കൃത്യമായ ഇത് കൊടുക്കുന്നില്ല. അതുപോലെ ഉന്നയിച്ച ഒരു വലിയ വിഷയമാണ് ഇടതു മന്ത്രിസഭയിൽ ഇത്തവണ ഒരു വിഭാഗത്തിൽ നിന്നുള്ള 10 മന്ത്രിമാരുണ്ടായിരുന്നു, ഒരു വിഭാഗത്തെ തഴഞ്ഞു. അത്തരത്തിൽ തുറന്നു പറഞ്ഞ് ഈ മതസാമുദായിക സംഘടനകൾ രംഗത്ത് വരുന്നത് ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള ഇടപെടൽ, അതിനെ എത്രത്തോളം ഫലപ്രദമായിട്ടാണ് അങ്ങ് കാണുന്നത്? ഞങ്ങൾ എല്ലാ മത സംഘടനകളുമായിട്ടും നല്ല ബന്ധമാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ CPIയും LDFും നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ മാന്യമായ ബന്ധം. പരസ്പരം കാണാം, മിണ്ടാം, അഭിപ്രായങ്ങൾ പറയാം. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതും പറയാം. കലഹമില്ല, വഴക്കില്ല, നീചമായ കൊടുക്കൽ വാങ്ങലുകളില്ല. ബിഹൈൻഡ് ദ ടേബിൾ ഡീലൊന്നുമില്ല, അണ്ടർ ദ ടേബിൾ ഡീലൊന്നുമില്ല. എല്ലാം ട്രാൻസ്പെറൻ്റായിട്ട്. ആ സൗഹൃദം ഞങ്ങൾക്ക് എല്ലാവരോടും ഉണ്ട്. ആ സൗഹൃദം പക്ഷെ പാളം തെറ്റിപ്പോകാൻ പാടില്ല. അത് എല്ലാവർക്കും ബോധ്യം വേണം. ഞങ്ങളൊരു മതത്തിൻ്റെയും ഒരു സാമുദായിക സംഘടനയുടെയും ഒരു ആഭ്യന്തര വിഷയങ്ങളിലും ഇടപെടാറേയില്ല. അത് ഞങ്ങളുടെ കൺസേൺ അല്ല. അത് അവർക്കെല്ലാം ഒരു പാരമ്പര്യമുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ചും അതുണ്ട്. നമ്മൾ പറയുന്ന എല്ലാ മതസംഘടനകൾക്കുമുള്ള ആ പാരമ്പര്യം വളരെ വലുതാണ്. അതിനെ ഞങ്ങൾ ഗൗരവമായി കാണുന്നുണ്ട്. ഞങ്ങളുടെ സൗഹൃദവും ഞങ്ങളുടെ ബന്ധവും അതിൻ്റെ വെളിച്ചത്തിലാണ്.
ഞങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്തായ പാരമ്പര്യം കാണുന്നുണ്ട്. ഞങ്ങൾ മന്നത്തിൻ്റെ മഹത്തായിട്ടുള്ള സംഭാവനയെ കാണുന്നുണ്ട്. ഞങ്ങൾ അയ്യങ്കാളിയെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ വിമോചനത്തിൻ്റെ നായകനെ കാണുന്നുണ്ട്. ഞങ്ങൾ പേരയിലപ്പച്ചൻ്റെ സംഭാവനകൾ മാനിക്കുന്നവരാണ്. ഞങ്ങൾ അവരെയൊക്കെ മാനിക്കുന്നതിൻ്റെ അതേ ഒരു ആശയത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ അവരുടെ എല്ലാം പേര് പറയുന്ന ഓരോ മതപ്രസ്ഥാനങ്ങളെയും കാണുന്നത്, സാമുദായിക സംഘടനകളെയും കാണുന്നത്. ആ വഴിക്ക് അവർ പോകട്ടെ. അതുകൊണ്ട് ഒരു പഴയ ചൊല്ലില്ലേ, ദൈവത്തിൻ്റെ പങ്ക് ദൈവത്തിന്, സീസറിൻ്റെ പങ്ക് സീസറിന്. മതവും സാമുദായിക പ്രസ്ഥാനങ്ങളുമെല്ലാം ചരിക്കേണ്ട, നടക്കേണ്ട ഒരു വഴിയുണ്ട്. അത് അവരുടെ വഴിയാണ്. ആ വഴിയിൽ പോയി ഞങ്ങൾ പറയാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ ആ മതത്വവും മര്യാദയും പാലിക്കുമ്പോഴത്തേക്കും അതേ അപ്രോച്ച് അവർക്കും സ്വീകരിക്കാൻ പറ്റിയാൽ നല്ലത്. താങ്കൾ ഈ പറഞ്ഞ മഹനീയമായ സ്ഥാനമുള്ള സംഘടനകളുടെ തലപ്പത്തിരുന്നുകൊണ്ട് വളരെ വർഗീയമായ പരാമർശങ്ങൾ നടത്തുന്നതും നമ്മൾ കണ്ടു. അതിനെ CPIയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു. പക്ഷേ CPMൻ്റെ ഭാഗത്തു നിന്നും മറ്റ് ഇടത് പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഒക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം വരുമ്പോൾ ഒരു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അതൊരു ആശങ്കയുണ്ടാകത്തില്ലേ? ഞങ്ങൾ SNDPയോടോ NSSനോടോ KPMSനോടോ ഒന്നും കലഹത്തിനില്ല, ഇല്ല. ഇപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചു, കഴിഞ്ഞൊരു ദിവസം ഒരു പ്രസ്താവന ഉണ്ടായി. ഈ സുന്നി പ്രസ്ഥാനങ്ങൾ, ജിഫ്രി തങ്ങളും അതുപോലെ കാന്തപുരവും, അവർ രണ്ടുപേരും പറഞ്ഞൊരു കാര്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പോക്കിനെ പറ്റിയാണത്. ജമാഅത്തെ ഇസ്ലാമി അവർ അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് ഖണ്ഡിതമായി പറഞ്ഞു. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ അവരോടും അവർക്ക് അടുപ്പില്ലെന്നും പറഞ്ഞു. അത് കൊച്ചു കാര്യമല്ല. അത് ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ SDP എന്നൊക്കെ പറയുന്നത് മുസ്ലിം RSS ആണ്. ആ ആപത്ത് തിരിച്ചറിയാൻ അവർക്കാകുന്നുണ്ട്. മുസ്ലിം RSS ആയിട്ടുള്ള ഇത്തരം പ്രസ്ഥാനങ്ങളെപ്പറ്റി സംശയം കൂടാത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ പറയും അത് വളരെ പോസിറ്റീവെന്ന് പറയും. ആ ആളുകൾ ഞങ്ങളവർ പിന്താങ്ങുന്നുണ്ട്, അവർ ഞങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. ആ ബന്ധം നല്ല ബന്ധമാണ്. ഈ ബന്ധം ഞങ്ങൾക്ക് ആരോടും ഉണ്ടാകാം. പക്ഷേ ഒരു ഹിഡൻ അജണ്ട ഞങ്ങൾക്കില്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ വഴിയെ രാഷ്ട്രീയം പോകട്ടെ, വിശ്വാസം, ആരാധന, സ്വാതന്ത്ര്യം, അതിൻ്റെ വഴിയെ അവരും പോകട്ടെ. അതാണ് ഞങ്ങളുടെ അപ്രോച്ച്. ഇതിപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ചിദാനന്ദപുരി എന്ന് പറയുന്ന സ്വാമി ഈയിടെ ഒരു പ്രസ്താവന നടത്തി. ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയും ലീഗുമാവും ഭരിക്കുക, അതുകൊണ്ട് BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ BJPക്ക് വോട്ട് ചെയ്യുക, അല്ലാത്തിടത്ത് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാതിരിക്കുക എന്നൊരു പ്രസ്താവന വന്നു. അതുപോലെ TP സെൻകുമാർ പറയുന്നു പറവൂരിൽ സതീശന്, ഹിന്ദുക്കളെ ഫത്സിക്കുന്ന സതീശന് വോട്ട് ചെയ്യരുത് എന്ന് പറയുന്നു. തത്വത്തിൽ ഇത് രണ്ടും ഇടതുമുന്നണിക്ക് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഗുണകരമാകുന്ന സാധനമാണ്. പക്ഷേ ഇത്തരം പ്രസ്താവനകളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങൾക്ക് ഈ ഇലക്ഷൻ രാഷ്ട്രീയമാണ്, 100% രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമല്ലാത്ത ഒന്നും പറയാനും രാഷ്ട്രീയം മാറ്റിവെച്ച് വോട്ട് പിടിക്കാനും ഞങ്ങളില്ല. ഞങ്ങൾക്ക് ഏറ്റവും ശക്തമായ രാഷ്ട്രീയം പറയാനുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ ബലത്തിൽ LDF നേടിയ നേട്ടങ്ങളുടെ നീണ്ട പരമ്പരയുണ്ട്. LDF ചൂണ്ടിക്കാണിക്കുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങളുണ്ട്. ഇത് രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം ധാരാളമായി ഞങ്ങൾക്ക് പറയാനുള്ളപ്പോൾ രാഷ്ട്രീയം അല്ലാത്ത ഒന്നും പറയാൻ LDFന് താല്പര്യമില്ല, CPIക്ക് താല്പര്യമില്ല. ഇതാണ് CPI മുന്നോട്ട് വെക്കുന്ന ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. തുടക്കത്തിലായി ഞാൻ പറഞ്ഞല്ലോ, 10 കൊല്ലത്തെ ഒരു യാത്രയുണ്ട്, ഒരു വികസന യാത്ര. അത് വികസനം ഉണ്ടാക്കിയത് മാത്രമല്ല, അത് നമ്മുടെ അടിസ്ഥാന രംഗത്തുണ്ടാക്കിയ മാറ്റം മാത്രമല്ല, ഇൻഫ്രാസ്ട്രക്ചറിലെ മുന്നേറ്റം മാത്രമല്ല. ഈ സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരുണ്ട്, അവരെ ഞങ്ങൾ എന്നും കൂട്ടായി ചേർത്ത് പിടിച്ചു. ആ വാക്കാണ് കരുതൽ. ആ കരുതലാണ് LDFൻ്റെ മുഖമുദ്ര. വികസനത്തിൻ്റെയും കരുതലിൻ്റെയും ഈ രാഷ്ട്രീയം അത് LDFൻ്റെ സമ്പത്താണ്. അത് ഞങ്ങളുടെ വലിയൊരു ബലമായി കാണുന്നു ഞങ്ങൾ. അതോടൊപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇരുട്ടാണ്. മതനിരപേക്ഷതയെ തകർക്കാൻ നിൽക്കുന്നവർ, ജനാധിപത്യ മൂല്യങ്ങളെ ഒറ്റുകൊടുക്കുന്നവർ,
ഏറ്റവും വലിയ ഒരു ഉറപ്പാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ സവേർണിറ്റി, പരമാധികാരം. ആ പരമാധികാരം വരെ ട്രംപിൻ്റെ കാൽക്ക കൊണ്ടുപോയി പണയം വെച്ചവർ. ഇന്ത്യയുടെ കാര്യം ട്രംപാണ് പറയുന്നത്, അമേരിക്കൻ കോൺഗ്രസ്സിലല്ല പറഞ്ഞത്, സ്വന്തം ട്വിറ്ററിലാണ് പറയുന്നത്. അത്രമാത്രം അധപ്പതിച്ചോ ഇന്ത്യ. എന്നിട്ട് പോലും ഒരു വാക്ക് മിണ്ടാൻ ഭയപ്പെടുന്ന ഒരു 56 ഇഞ്ചുകാരൻ, ആ 56 ഇഞ്ചുകാരൻ ഉണ്ടാക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ആപത്ത് വലിയ ആപത്താണ്. ഒരാളല്ല അത് ഐഡിയോളജിയാണ്, ഫാസിസ്റ്റ് ഐഡിയോളജിയാണത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇരുട്ടിൻ്റെ അന്തരീക്ഷമുണ്ട് ഇന്ത്യയിൽ. ആ ഇരുട്ടിൽ ഒരു വെളിച്ചമുണ്ട് കേരളത്തിൽ. ഈ വെളിച്ചം ഞങ്ങൾ മാത്രമല്ല, മതനിരപേക്ഷതയെ ആർക്കെല്ലാം വലുതായി കാണാൻ കഴിയുമോ അവർക്കെല്ലാം ഈ വെളിച്ചമുണ്ട്. ജനാധിപത്യം, പരമാധികാരം തുടങ്ങിയിട്ടുള്ള ഭരണഘടനാ മൂല്യങ്ങൾ, അതിന് ആർക്കെല്ലാം ബഹുമാനമുണ്ടോ അവർക്കെല്ലാം ഈ വെളിച്ചം വേണം. LDFിൻ്റെ വിജയം CPIക്കോ CPMനോ വേണ്ടി മാത്രമല്ല, നാടിൻ്റെ പൊതുവായിട്ടുള്ള ദേശീയ ലക്ഷ്യങ്ങളെയും മൂല്യങ്ങളെയും, ഞാൻ വീണ്ടും പറയുന്നു, ഭരണഘടനാ മൂല്യങ്ങൾ, ഞാൻ ആവർത്തിക്കുന്നു, മതനിരപേക്ഷത, ജനാധിപത്യം, പരമാധികാരം തുടങ്ങിയിട്ടുള്ള വലിയ മൂല്യങ്ങൾ. അതിനൊപ്പം വേറൊരു ഗോളുണ്ട് നമ്മുടെ ഭരണഘടനയ്ക്കകത്ത്, സോഷ്യലിസ്റ്റ് ഗോളാണത്, സോഷ്യലിസ്റ്റ് ഗോൾ. അത് പ്രിയാമ്പിളിലുണ്ട്. ആ പ്രിയാമ്പിളിൽ പറയുന്ന ലക്ഷ്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു വലിയ ജനസഞ്ചയമുണ്ട് ഇവിടെ, വലിയ ജനങ്ങളുണ്ട് ഇവിടെ. അവരുടെ എണ്ണം ചെറുതല്ല. അത് LDFിൻ്റെ ഒക്കെ അപ്പുറത്തുള്ളവരാണ്. ഞങ്ങൾ അവരുടെ എല്ലാം രാഷ്ട്രീയത്തിൻ്റെ ബന്ധുക്കളാണ്.